വിജയപ്രതീക്ഷ വലുതാണ്. ഈ ഒരു നോമിനേഷൻ കൊടുക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സിറ്റിംഗ് സീറ്റുകളിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ വിരളമായ 2-3 സീറ്റുകളിൽ മാത്രമാണ് പുതിയ സ്ഥാനാർത്ഥികൾ വന്നത്. അതിൽ പാലക്കാട് പോലൊരു സ്റ്റാർ നിയോജക മണ്ഡലത്തിൽ ഏകകണ്ഠമായി റിബലുകളില്ലാതെ മറ്റ് പേരുകളൊന്നുമില്ലാതെ എൻ്റെ പേര് ഉയർന്നു വന്നു എന്നത് എനിക്ക് വലിയൊരു അഭിമാനമാണ്. അതുപോലെ തന്നെ പാർട്ടി ആ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. എൻ്റെ ഇരുവശങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച 2 MP-മാരുടെ നടുക്ക് എന്നുകൊണ്ടാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. വലിയ ഭാഗ്യമാണ്. അത് വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. UDFന്റെ ശക്തരായ 2 പേരാണ് എനിക്ക് 2 വശങ്ങളിൽ നിൽക്കുന്നത്. മെയ് 4-ന് 2 പേരുടെ നടുവിലൊരു MLA നിൽക്കും. അതൊരു വലിയ ഭാഗ്യമാണ്, വലിയ സന്തോഷമാണ്. ഇത്രയും വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാനുള്ള, ഇത്രയും വർഷം ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചൊരു വലിയ പ്രസ്ഥാനത്തോടൊപ്പം, ഇത്രയും വലിയ നേതാക്കൾക്കോടൊപ്പം ഇവിടെ ഇത്തരത്തിലൊരു അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. വലിയ സന്തോഷം. അത് നമുക്ക് ജനങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന, നമ്മൾ ഓരോരുത്തരെയും സ്ഥാനാർത്ഥി നിർണയങ്ങളും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ അതൊന്നും ഇത്രയും രാഷ്ട്രീയ എക്സ്പീരിയൻസ് ഉള്ളവർ പോലും പറയണ്ട. സാമാന്യ ഇന്ന് 18 വയസ്സ് കഴിഞ്ഞ് വോട്ട് അവകാശം കിട്ടിയ ഒരാൾ നോക്കിയാൽ പോലും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനകത്ത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പച്ചയായ യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയർന്നിട്ടുള്ള ഒരു സംശയമാണ്. കാരണം കഴിഞ്ഞ തവണയും അത്തരത്തിലൊരു നീക്കം വളരെ ശക്തമായി നടന്നു. ഞാനും ഷാഫി ആ കാര്യത്തിൽ ഇലക്ഷന് മുമ്പേ പറഞ്ഞിരുന്നു. പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെ തലേ ദിവസം കുപ്പായം ഇടിപ്പിച്ച് കാൻഡിഡേറ്റ് ആക്കുന്നതിൽ, അതും നിയമസഭയിലേക്ക്, വലിയ ദുരൂഹതയുണ്ട്. അതാണ് KC വേണുഗോപാലും VD സതീശനും പറഞ്ഞത്. കേരളത്തിൽ പാലക്കാട് ഉൾപ്പെടെ CPM-ഉം BJP-യും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന ഗൂഢാലോചന വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടെന്നുള്ളതാണ് പാലക്കാട് നൽകുന്ന തെളിവ്. ഇല്ല, സിനിമയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തുക്കളെയും പലരും ഇങ്ങോട്ട് വിളിച്ച് വരാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ആരെയും വിളിച്ചില്ല. ഒന്ന്, മറ്റു പാർട്ടികളിൽ നിന്നുള്ള സൈബർ അറ്റാക്കുകൾ എനിക്ക് വേണ്ടി അവർ നേരിടണ്ടെന്നുള്ള എൻ്റെ സതുദ്ദേശം കൊണ്ടും, മറ്റൊന്ന് സിനിമാ താരമായ പിഷാരടി വിജയിച്ചു എന്നോ സിനിമാ താരങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ട് വിജയിപ്പിച്ചു എന്നോ എനിക്ക് കേൾക്കണ്ട. കോൺഗ്രസ് UDF പ്രവർത്തകനായ, രാഷ്ട്രീയ പ്രവർത്തകനായ പിഷാരടി ഇവിടെ നിന്നു വിജയിച്ചു എന്ന് കേട്ടാൽ മതി. അതുകൊണ്ട് ആരെയും തന്നെ ഞാനായിട്ട് വിളിച്ചിട്ടില്ല. ഇനി ആരെങ്കിലും അവരുടെ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നാൽ എനിക്ക് അവരുടെ സ്നേഹമാണ് ഞാൻ പറയില്ല. പക്ഷെ ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല. ആരും വരണ്ട. ഞാൻ അത് തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.